മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട USS പരീക്ഷയിൽ ഒഴിച്ചുകൂടാനാവാത്ത മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ്. അത് മലയാളം സാഹിത്യത്തിലാണ് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിലെ ടീച്ചർ സന്ധി വ്യാകരണ ഭാഗം മക്കൾക്ക് പറഞ്ഞു തന്നില്ലേ. ഇന്ന് നമ്മൾ മലയാളം സാഹിത്യത്തിലുള്ള ഒരു വിഭാഗമാണ് പഠിക്കുന്നത്. എന്താണ്? തൂലികാ നാമങ്ങളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എല്ലാ പരീക്ഷയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിയാൽ മക്കൾക്ക് കാണാം. എല്ലാ പരീക്ഷകളിലും എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് തൂലികാ നാമങ്ങള് അല്ലെങ്കിൽ വിശേഷണങ്ങൾ. ഉറപ്പായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ തൂലികാ നാമങ്ങളും വിശേഷണങ്ങളും ആണ് പഠിക്കുന്നത്. അപ്പൊ തൂലികാ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഴുത്തുകാര് അവരുടെ എഴുത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അപരനാമത്തെയാണ് നമ്മൾ തൂലികാ നാമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മലയാളത്തിലെ പ്രധാനപ്പെട്ട തൂലികാ നാമങ്ങൾ നമുക്ക് നോക്കാം. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. ഗദ്യകൃതികളും കവിതകളും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇനി കേരള പാണിനിയാണ്. AR രാജരാജവർമ്മയാണ് കേരള പാണിനി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. നമുക്കറിയാം കേരള പാണിനീയം എന്ന് പറയുന്ന ഒരു വ്യാകരണ കൃതി അല്ലെ, മലയാളത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വ്യാകരണ ഗ്രന്ഥമായിട്ട് ഇന്നും നിലനിൽക്കുന്ന ഒരു കൃതിയാണ്. അതിനെ മറിച്ച് കിടക്കാനുള്ള ഒരു കൃതിയൊന്നും മലയാളത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു കൃതി അല്ലെ, കേരള പാണിനീയം എഴുതിയത് കൊണ്ടാണ് കേരള പാണിനി എന്ന് ആരറിയപ്പെടുന്നത്? AR രാജരാജവർമ്മ അറിയപ്പെടുന്നത്. കവിതയും വ്യാകരണ കൃതികളുമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത്. കേരള വ്യാസൻ എന്നറിയപ്പെട്ടത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കവിതകളാണ് അദ്ദേഹത്തിന്റെ പ്രധാന മേഖല. കേരള ഇബ്സൺ നാടക മേഖലയിൽ അറിയപ്പെട്ട, ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ്. ആ ഇബ്സന്റെ പേരിൽ അല്ലെ, കേരള ഇബ്സൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആരാണ്? N കൃഷ്ണപിള്ളയാണ് കേട്ടോ. നാടകവും സാഹിത്യവും സാഹിത്യ ചരിത്രവും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ മേഖലകൾ എന്ന് പറയുന്നത്. ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയാണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ്. കടമനിട്ട രാമകൃഷ്ണനാണ്. P എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരാണ്. കവിതകളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. തിക്കോടിയൻ അല്ലെ, P കുഞ്ഞനന്ദൻ നായരാണ് തിക്കോടിയൻ എന്നറിയപ്പെടുന്നത്. കോവിൽ എന്നറിയപ്പെടുന്നത് VV അയ്യപ്പനാണ്. ഓക്കെ, കാരൂർ നീലകണ്ഠപിള്ളയാണ്. അധ്യാപക കഥകളിലൂടെ പ്രസക്തനായിട്ടുള്ള ആളാണ് ആര്? കാരൂര്. കാക്കനാടൻ എന്നറിയപ്പെടുന്നത് ജോർജ് വർഗീസ് ആണ്. ചന്ദ്രമതി ചന്ദ്രികയാണ്. മാലി V മാധവൻ നായരാണ്. വിലാസിനി MK മേനോനാണ്. വൈശാഖൻ MK ഗോപിനാഥൻ നായരാണ്. അടുത്തത് നമ്മള് NN കക്കാട്. സഫലമീ യാത്ര എന്ന് പറയുന്ന ഒറ്റകൃതിയിലൂടെ അല്ലെ മലയാളത്തിൽ അത്രയും പ്രസിദ്ധമായിട്ടുള്ള കവിത എഴുതിയിട്ടുള്ള ഒരാളാണ് NN കക്കാട്. അദ്ദേഹത്തിന്റെ പേര് K നാരായണൻ നമ്പൂതിരി എന്നാണ്. കവിതയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ മേഖല എന്ന് പറയുന്നത്. G എന്ന പേരിൽ അറിയപ്പെടുന്നത് G ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹവും കവിത തന്നെയാണ് എഴുതിയിട്ടുള്ളത്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. മഹാകവി കുട്ടമത്ത് അല്ലെ, കുഞ്ഞികൃഷ്ണക്കുറുപ്പാണ്. കവിതയാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ മേഖല. കാവാലം നാരായണ പണിക്കർ. കവിതയും നാടകവുമാണ് അദ്ദേഹത്തിന്റെ സാഹിത്യ മേഖലകൾ. മാധവിക്കുട്ടി നമുക്കറിയാം അല്ലെ, മാധവിക്കുട്ടിയെ അറിയാം. അപ്പൊ മാധവിക്കുട്ടി കമലാ സുരയ്യ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കഥയും കവിതകളും ഒക്കെയാണ് അവരുടെ സാഹിത്യ മേഖലകൾ എന്ന് പറയുന്നത്. ഇനി വിശേഷണങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ആരൊക്കെയാണ്? മലയാളത്തിന്റെ ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്ന ആരാണ്? SK പൊറ്റക്കാടാണ് കേട്ടോ. ഇപ്പൊ SK പൊറ്റക്കാട് പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. സഞ്ചാര സാഹിത്യകാരൻ അല്ലെ, സഞ്ചാര സാഹിത്യകാരന്മാരുടെ കുലപതി എന്നുള്ള പേരിലൊക്കെ ആരറിയപ്പെടുന്നുണ്ട്? നമ്മളുടെ SK പൊറ്റക്കാട് അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നൈൽ ഡയറി ആവട്ടെ, ഇന്നത്തെ യൂറോപ്പ്, പാതിരാ സൂര്യന്റെ നാട്ടിൽ സോവിയറ്റ് ഡയറി, ബാലി ദ്വീപ്, നേപ്പാൾ യാത്ര, കാപ്പിരികളുടെ നാട്ടിൽ, ഇതൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള സഞ്ചാര സാഹിത്യ കൃതികളാണ്. അപ്പോൾ SK പൊറ്റക്കാടാണ് മലയാളത്തിന്റെ ജോൺ ഗന്ധർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് ബധിര കവി എന്നറിയപ്പെടുന്ന ആരാണ്? വള്ളത്തോളാണ് അല്ലെ. ശബ്ദസുന്ദരൻ എന്നുള്ള പേരിലും വള്ളത്തോൾ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അത്ര മനോഹരമായിട്ടുള്ള അല്ലെ കവിതകൾ എഴുതിയിട്ടുള്ള ആളാണ് ആര്? ശബ്ദം അല്ലെ, ശബ്ദസുന്ദരിച്ച മനോഹരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് കവിതകൾ എഴുതിയോണ്ടാണ്. അതേപോലെ തന്നെ ഉള്ളൂര് അല്ലെ, ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്നുള്ള പേരിലെ വിശേഷണത്തിൽ അറിയപ്പെടുന്ന ആളാരാണ്? ഉള്ളൂരാണ്. അപ്പൊ ഉള്ളൂര് അത്ര മനോഹരമായിട്ടുള്ള പദങ്ങൾ, കടുകട്ടിയുള്ള അല്ലെ, അതിമനോഹരമായ പദങ്ങൾ ചേർത്ത്, അതിമനോഹരമായ പദസമ്പത്താണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. ഇതേ ഉള്ളൂര് തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെന്ത എഴുതിയത്. കാക്കേ കൂടെ വിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്ന് എഴുതിയതും ആര് തന്നെയാണ്? ഉള്ളൂരാണ്. അപ്പോൾ ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആരാണ്? ഉള്ളൂരാണ്. ഋതുക്കളുടെ കവി എന്ന പേരിൽ ചെറുശ്ശേരി അറിയപ്പെടുന്നു. ശക്തിയുടെ കവി ഇടശ്ശേരിയാണ്. സരസകവി മൂലൂർ പത്മനാഭ പണിക്കരാണ്. സ്നേഹഗായകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് കുമാരനാശാനാണ്. ഇനി നമ്മൾ വിശേഷണങ്ങളാണ് നോക്കുന്നത്.
ഓക്കെ. അപ്പോൾ വിശേഷണങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്ന എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെ മറ്റ് വിശേഷണങ്ങളാണ്. കേരള പാണി ഓൾറെഡി നമ്മൾ പറഞ്ഞു. ആരാണ്? AR രാജരാജവർമ്മയാണ്. കേരള വാത്മീകി വള്ളത്തോളാണ്. കേരള വ്യാസൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെട്ടത് കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. കേരള സ്കോട്ട് അല്ലെ കേരള സ്കോട്ട് എന്നറിയപ്പെട്ടത് CV രാമൻ പിള്ളയാണ്. കേരള ഹോമർ അയ്യപ്പള്ളി ആശാനാണ്. കേരള ചോസർ ചീരാമ കവിയാണ്. കേരള ടാഗോർ വള്ളത്തോളാണ്. കേരള ഓർഫ്യൂസ് എന്നറിയപ്പെട്ടത് ചങ്ങമ്പുഴയാണ്. കേരള സൂർദാസ് പൂന്താനമാണ്. കേരള തുളസീദാസൻ എന്നറിയപ്പെട്ടത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെട്ടത് MT വാസുദേവൻ നായരാണ്. ഓക്കെ. അതേപോലെ തന്നെ കേരള മോപ്പസാങ്ങും എന്നും അതേപോലെ കുട്ടനാടിന്റെ കഥാകാരൻ എന്നുള്ള പേരിലൊക്കെ തകഴി അറിയപ്പെടുന്നു. കേരള ഇബ്സൻ എന്നുള്ള പേരിൽ ഓൾറെഡി നമ്മൾ പഠിച്ചു. ആരാണ്? N കൃഷ്ണപിള്ളയാണ്. കുട്ടനാടിന്റെ കഥാകാരൻ ഓൾറെഡി ടീച്ചർ പറഞ്ഞു. ആരാണ്? തകഴിയാണ്. വയനാടിന്റെ കഥാകാരി എന്നുള്ള പേരിൽ P വത്സല അറിയപ്പെടുന്നു. തൃക്കോട്ടൂരിന്റെ കഥാകാരൻ UA ഖാദറാണ്. കേരളത്തിന്റെ ആസ്ഥാന കവി എന്ന പേരിൽ വള്ളത്തോൾ അറിയപ്പെടുന്നു. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന നോവലിലൂടെ അല്ലെ എത്ര പ്രസിദ്ധമായിട്ടുള്ള നോവൽ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ള ആളാണ് ആര്? M മുകുന്ദൻ അല്ലെ. അതുകൊണ്ട് തന്നെ മയ്യഴിയുടെ കഥാകാരൻ എന്നുള്ള പേരിൽ ആരറിയപ്പെടുന്നു? M മുകുന്ദൻ അറിയപ്പെടുന്നു. ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. നിളയുടെ കഥാകാരനുണ്ട്, കവിയുണ്ട്. നിളയുടെ കഥാകാരൻ ആരാണ്? MT വാസുദേവൻ നായരാണ്. നിളയുടെ കവി P കുഞ്ഞിരാമൻ നായരാണ് കേട്ടോ. ജനകീയ കവി ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ്. ദാർശനിക കവി G ശങ്കരക്കുറുപ്പാണ്. മാതൃത്വത്തിന്റെ കവിയത്തിൽ ബാലാമണി അമ്മയാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഉറപ്പായിട്ടും ഇതിലെ വിശേഷണങ്ങളോ തൂലിക നാമങ്ങളോ ഒക്കെ എന്ത് ചെയ്യും? നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ അടിപൊളിയല്ലേ എല്ലാവരും? അല്ലെ? അപ്പൊ ഈ ടീച്ചർ പറഞ്ഞു തരുന്ന കൂട്ടത്തിൽ തന്നെ അതൊന്ന് മനസ്സിലേക്ക് അല്ലെ ഒന്നുകൂടെ വേണമെങ്കിൽ ഒരു 5-10 മിനിറ്റ് അല്ലേ ഉള്ളൂ വീഡിയോ, ഒന്നുകൂടെ വേണമെങ്കിൽ ഒന്ന് കണ്ടിട്ട് ഇപ്പൊ തന്നെ അത് മനസ്സിലേക്ക് ഉറപ്പിക്കുക. അപ്പൊ നമ്മള് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. ഒരുപാട് ആളുകളുടെ പേരുണ്ട് അല്ലെ. അപ്പൊ നമ്മളത് മനസ്സിലാക്കുക അല്ലെ. വായിക്കുന്ന സമയത്ത് ഒക്കെ മനസ്സിലാക്കി മാതൃത്വത്തിന്റെ കവയിത്രി ആരാണ്? ബാലാമണിയം. അങ്ങനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ USS എക്സാം എന്ത് ചെയ്യും? തകർക്കൂടാ. മലയാളത്തിൽ നമ്മൾ ഫുൾ മാർക്ക് നമ്മൾ വാങ്ങിക്കുക. അടിപൊളിയായിട്ട് നമുക്കതൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഇതിനു മുമ്പുള്ള കുറേ വീഡിയോസ് ടീച്ചർ ചെയ്തിട്ടുണ്ട്. ശ്രുതി മിസ്സും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കുഞ്ഞു കുഞ്ഞു വീഡിയോകളാണ്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒക്കെ എന്ത് ചെയ്യുക? അതൊന്ന് കേട്ട് നോക്കുക. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇതേപോലെ അല്ലെ കുഞ്ഞു കുഞ്ഞു വീഡിയോയിലായിട്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡൗട്ടുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടീച്ചർ നോക്കും. അപ്പോൾ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ടിരിക്കുക. നമ്മൾ തകർക്കും അല്ലെ. ഉഷാറായിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.